ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു ഫോണിലുള്ള വാട്സപ്പ്, അതേ വാട്സപ്പ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫോണിലേക്ക് കൂടിയെടുക്കുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമ്മൾ ഒരു നമ്പർ യൂസ് ചെയ്ത് ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അതേ ഫോൺ നമ്പർ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് തന്നെ നമ്മുടെ മറ്റൊരു ഡിവൈസിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇവിടെ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടാണ് നമ്മുടെ പുതിയ മറ്റൊരു ഫോണിലേക്ക് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ പുതിയ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ വാട്സപ്പ് അക്കൗണ്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാമാണ് ലഭിക്കുക. നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഫോണിൽ അതിൽ സിം എല്ലാം ഉണ്ടെങ്കിൽ സിം എല്ലാം ഊരി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ആ ഒരു ഫോൺ നമ്പർ ഇത് ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രകാരം ഊരി വെക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വൈഫൈ എല്ലാം കണക്ട് ചെയ്യാം ആ ഒരു ഫോണിൽ. ഇനി നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. വെൽക്കം ടു വാട്സപ്പ്, എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അലോ വാട്സപ്പ് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ എന്ന് വന്നിട്ടുണ്ട്. അലോ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് തന്നെ ആ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഫോണിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ലിങ്ക് ആസ് എ കമ്പാനിയൻ ഡിവൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിങ്ക് ആസ് കമ്പാനിയൻ എന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു QR കോഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ QR കോഡ് വന്നതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വാട്സപ്പ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രൈമറി ഫോണിൽ പോവുക. അതിനുശേഷം ഇവിടെ ഈ 3 ഡോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു 3 ഡോട്ടിൽ കറക്റ്റായി നമ്മൾ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്ന മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് ലിങ്ക് എ ഡിവൈസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫിംഗർ പ്രിന്റ് എല്ലാം കൊടുത്ത് ഇത് അൺലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് അൺലോക്ക് ചെയ്യുകയാണ്. ഇത്തരത്തിൽ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് എല്ലാം സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ഈ ഒരു ഡിവൈസ് എടുത്ത് നമ്മൾ ഇപ്പുറത്തെ ഫോണിൽ വന്നിരിക്കുന്ന ഈ ഒരു QR കോഡ് ഇത് സ്കാൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലോഗിൻ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ ഫോണിൽ ഇപ്പോൾ ലോഗിൻ ആയിരിക്കുന്നത് കാണാം. ലോഡിംഗ് ചാറ്റ്സ് എന്നെല്ലാം വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ അതേ അക്കൗണ്ട് ഇത് ഇപ്പുറത്തേക്കും വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കൂടി നിങ്ങൾക്ക് ഇത് ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാം. ഈ ഒരേ നമ്പർ യൂസ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ 2 ഫോണും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോണിൽ ഇപ്പോൾ ബാറ്ററി എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു ഫോണെല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ഇതുപോലെ ഏത് ഫോണിൽ വേണമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യാം. ഇപ്രകാരമാണ് നിങ്ങളുടെ 2 ഫോണിലും ഒരേ നമ്പർ യൂസ് ചെയ്തുള്ള വാട്സപ്പ് അക്കൗണ്ട് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഒരുപാട് പേർ ഡിമാൻഡ് ചെയ്തൊരു വീഡിയോ ആണ്. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്